ഒപിയിൽ വരുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഉള്ള സംശയമാണിത്. ഈ PCOS എന്നാൽ എന്താണ് ഡോക്ടറെ? ഈ PCOS വന്നാൽ നമുക്ക് ഗർഭധാരണത്തിന് വലിയൊരു തടസ്സമായി മാറുമോ? നമുക്ക് PCOSനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്നിവ. PCO അഥവാ പോളിസിസ്റ്റിക് ഓവറി എന്നാൽ സാധാരണ അണ്ഡാശയങ്ങൾ കാണുന്നതിനേക്കാൾ കൂടുതലായി ഫോളിക്കിൾസ് കാണുന്ന ഒരവസ്ഥയാണ്. അതിനോടനുബന്ധിച്ച് തന്നെ ഹോർമോൺ ലെവലുകളിൽ ഉള്ള ഒരു അസുന്ദരാവസ്ഥ കൂടെയാണ്. ഇതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. PCO ഉള്ള ഒരുപാട് പെൺകുട്ടികളിൽ അല്ലെങ്കിൽ സ്ത്രീകളിൽ പീരീഡ്സ് ലേറ്റായി വരികയോ ഇല്ലെങ്കിൽ മരുന്ന് കഴിച്ചാൽ മാത്രം വരുന്ന ഒരവസ്ഥയായി നമുക്ക് കാണാവുന്നതാണ്. ചില സ്ത്രീകളിൽ PCO ഉണ്ടെങ്കിലും റെഗുലറായി പീരീഡ്സ് വരുന്നതായി നമുക്ക് കാണാം. അങ്ങനെ ഉള്ളവരിൽ തന്നെ പലരിലും കറക്റ്റ് സമയത്തായിട്ട് ഓവുലേഷൻ നടക്കാതിരിക്കുകയോ ഓവുലേഷൻ നടന്നാലും ആ അണ്ടത്തിൻ്റെ ഗുണനിലവാരത്തിൽ കുറവുണ്ടാവുകയോ അതിനാൽ പ്രഗ്നൻസി കിട്ടാതിരിക്കുന്ന ഒരവസ്ഥയോ നമ്മൾ കാണാറുണ്ട്. ഇനി പ്രഗ്നൻസി കിട്ടിയാൽ തന്നെ PCO ഉള്ളവരെ നമ്മൾ അപേക്ഷിച്ച് നോക്കിയാൽ സാധാരണ ഉള്ളവരിൽ കാണുന്നതിനേക്കാൾ 5 ഇരട്ടിയോളം അബോർഷൻ റേറ്റ് ഉണ്ടാവുന്നതായി നമുക്ക് കാണാം. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ PCOയിൽ അണ്ടത്തിൻ്റെ അല്ലെങ്കിൽ ഫോളിക്കിൾസിൻ്റെ എണ്ണം കൂടുതലും എന്നാൽ ക്വാളിറ്റി അഥവാ ഗുണനിലവാരം കുറവായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. ഇനി അബോർഷൻ ആയില്ലെങ്കിലും പ്രഗ്നൻസി കഴിഞ്ഞ് ഭാവിയിൽ 40, 50, 60 വയസ്സാവുമ്പോൾ ഈ സ്ത്രീകൾക്ക് ഷുഗറും BP-യും വരാനുള്ള ചാൻസും അധികമാണ്. അപ്പോൾ PCO പീരീഡ്സിനെ എങ്ങനെ ബാധിക്കാം, പ്രഗ്നൻസിയെ എങ്ങനെ ബാധിക്കാം, ഭാവിയിൽ എന്ത് വരാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. PCOS പൊതുവെ നോക്കുകയാണെങ്കിൽ 2 ടൈപ്പ് PCOS ആണുള്ളത്. നമ്മൾ 100 PCOS ഉള്ള സ്ത്രീകളെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ 60 മുതൽ 80% സ്ത്രീകൾക്ക് അവരുടെ ഉയരത്തിന് ആവശ്യമുള്ളതിനേക്കാളും കൂടുതലായിട്ട് വെയിറ്റ് ഉള്ളതായി നമുക്ക് കാണാം. എന്നാൽ ഒരു 20% കുട്ടികളിൽ വെയിറ്റ് കുറവായും കാണാം. അപ്പോൾ ഒരു 80% ഒബീസ് PCOയും ഒരു 20% ലീൻ PCOയുമാണ് ഉള്ളത്. ഇനി PCODയുടെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ 3 തലങ്ങളിലായിട്ടാണ് PCODയുടെ ചികിത്സ. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഡയറ്റ്, എക്സസൈസ്, വെയിറ്റ് മെയിൻ്റനൻസ് എന്നുള്ളതാണ്. ഡയറ്റ് എന്ന് പറയുമ്പോൾ ആവുന്നത്ര ആരോഗ്യപരമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ആഹാരങ്ങൾ കഴിക്കുക, പുറത്തു നിന്നുള്ള ഹോട്ടൽ ഭക്ഷണങ്ങൾ, ബേക്കറി ഭക്ഷണങ്ങൾ എന്നുള്ളവ മാക്സിമം ഒഴിവാക്കുക എന്നതാണ് ആദ്യമായി ചെയ്യേണ്ടത്. രണ്ടാമതായി എക്സസൈസ് എന്ന് പറയുന്ന വ്യായാമം ഡെയിലി രാവിലെയും വൈകുന്നേരവും ഒക്കുമെങ്കിൽ ഒരു 30 മിനിറ്റോളമെങ്കിലും സ്പീഡിൽ നടക്കുകയെങ്കിലും ചെയ്യുക. ചില ആളുകൾ സൈക്ലിങ്ങിന് പോവും, ജിമ്മിൽ പോവും എന്നെല്ലാം പറയും. അത് അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. മിനിമം ഒരു ദിവസം ഒരു 5000 സ്റ്റെപ്പെങ്കിലും നടക്കുന്നതായിരിക്കും നല്ലത്. ഇനി രണ്ടാമത്തെ തലത്തിലുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ തെറാപ്പി അല്ലെങ്കിൽ മെഡിസിൻസ് വെച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ്. അത് പീരീഡ്സ് റെഗുലറാക്കാൻ വേണ്ടിയോ ഇല്ലെങ്കിൽ അധികമായുള്ള മുടി വളർച്ചയോ മുഖക്കുരുവോ എന്നിവ മാറ്റാൻ വേണ്ടിയുള്ള ചികിത്സയാവാം. പ്രഗ്നൻസി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ചികിത്സയാണെങ്കിൽ അണ്ടോൽപാദനം നടക്കാൻ വേണ്ടിയുള്ള മരുന്നുകളോ ഇഞ്ചക്ഷൻസോ കൊടുത്ത് അതിലൂടെ അണ്ടോൽപാദനം നടക്കുകയും പ്രഗ്നൻസി ലഭിക്കാവുന്നതുമാണ്. മൂന്നാമത്തെ തരം ചികിത്സ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ 4-5 കിലോ വെയിറ്റ് ഒരു പേഷ്യൻ്റ് കുറച്ചു, ഒരു വർഷമായി മരുന്നുകൾ കഴിച്ചു, എന്നിട്ടും പ്രഗ്നൻസി കിട്ടുന്നില്ല. ഇങ്ങനെ ഉള്ളവർക്കാണ് മൂന്നാമത്തെ തരത്തിലെ ചികിത്സ അഥവാ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്നത്. സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് ലാപ്രോസ്കോപ്പി അഥവാ താക്കോൽ ദ്വാര സർജറി മൂലം ഉള്ളിൽ ചെന്ന് ആ കുമിള പോലെ വീർത്തിരിക്കുന്ന സിസ്റ്റുകളെ കുത്തി ഉടയ്ക്കുന്ന PCO ഡ്രില്ലിംഗ് എന്നതാണ് ഈ ചികിത്സാ രീതി. അപ്പോൾ PCODയെ പ്രതിരോധിക്കാനായി നമുക്ക് 4 കാര്യങ്ങളാണ് ചെയ്യാനാകുന്നത്. ആദ്യമായി നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ ശരിയാക്കുക. രണ്ടാമതായി നല്ല വ്യായാമം ചെയ്ത് തുടങ്ങുക. മൂന്നാമതായി ഇതിലും നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ മെഡിക്കൽ തെറാപ്പി അഥവാ മെഡിസിൻസ് കഴിച്ച് തുടങ്ങുക. മെഡിസിൻസിലും ജീവിതശൈലിയിലും മാറ്റിയ വ്യത്യാസങ്ങൾ കൊണ്ടും നമുക്ക് പ്രഗ്നൻസി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് 4ാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതിലേക്ക് നാം പോകേണ്ടത്. നന്ദി.